ഇറങ്ങിയത്. അയാൾ മരിച്ചില്ല, പക്ഷെ ഇയാൾ മരിച്ചിട്ടില്ല. സാർ ഞാനൊന്നും ചെയ്തില്ല. ആ പെൺകുട്ടി ലിഫ്റ്റ് വണ്ടിയുടെ സസ്പെൻഷനിലെ ഈ ടെൻഡർ സർജൻ എങ്ങോട്ടാണ് ഓടിപ്പോയത്? ടെൻഡർ സർജനോ സാർ? അയാൾ അതുവഴി പോയിട്ട് ആ രണ്ടാം നില ചാടി കിടന്ന് അങ്ങോട്ട് പോയി. ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കരുത് സാർ. ടെൻഡറും ലേലവും നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ മുതലാളി എന്ന വ്യാജേന ചെന്ന് മറ്റ് ടെൻഡറുകാരെയും വിളിക്കാരെയും കബളിപ്പിച്ച് മുങ്ങുന്ന ടെൻഡർ സരസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു തട്ടിപ്പ് വീരനെ പോലീസ് ഊർജിതമായി തിരയുന്നു. വേണ്ടി വന്നാൽ കണ്ട ഉടൻ ഇയാളെ 303 റൈഫിൾ കൊണ്ട് ഉണ്ട തീരുന്നത് വരെ വെടിവെച്ചു കൊല്ലാൻ DIG വടിവേലു ഉത്തരവിട്ടിട്ടുണ്ട്. ഇവനെയൊക്കെ കൈ കിട്ടിയ ഉരുട്ടുകയല്ല, പരത്തുക വേണ്ടത്. കളറാസ്കൻ. ശരിയാ. ഈ ക്രിമിനൽസിനെ കൊണ്ട് ഇപ്പൊ ജീവിക്കാൻ വയ്യാന്നായിട്ടുണ്ട്. ഏത് പത്രമാണ് വാർത്തയുടെ? ഇവിടെ. അത് വരന്മാരെ ആവശ്യമുണ്ടോ? അല്ല, ഇവിടെ. അത് കാണാനില്ല. അവിടെ അല്ല, ഇവിടെ. അത് ചരമം. നീ എന്താ പറഞ്ഞത്? ഒരു വിരൽത്തുമ്പിൽ അമ്മയും മറ്റേ വിരൽത്തുമ്പിൽ അമ്മൂമ്മയും പിടിച്ചോണ്ട് നടന്ന എഞ്ചിനീയർ ആയെന്ന്. താണനിലത്തെ നീരോടു. താണനിലത്തല്ലടാ, പോലീസുകാരന്റെ ഇടി കൊള്ളുന്നിടത്താ നീരി വീഴാൻ പോകുന്നത്. പ്ലീസ് വെറുതെ എന്നെ എങ്ങനെ മാറ്റിക്കരുത്. അവന്മാരോട് അറിഞ്ഞ ആകെ പ്രശ്നമാവും. താമസിക്കാൻ സ്ഥലം കിട്ടുന്നതിന്റെ ബുദ്ധിമുട്ട് ശങ്കർ അറിഞ്ഞത്. ശങ്കറല്ല, സാറെന്ന് വിളിക്കാൻ. സാറെന്ന് വിളിക്കാൻ. സാറേ, എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടോ? എടുക്കാൻ. വെള്ളമല്ല, ഞാൻ വിഷം എടുത്തു. വെള്ളം ഒന്നും എടുക്കണ്ട. പക്ഷെ ഇന്ന് മുതൽ നിന്റെ ടെൻഡർ എമൗണ്ടില് 70-30, 70-30, 60-40, 55-45, 50-50. വേണ്ടെന്ന് വെക്കുന്നതും തലക്കറി ഇരിക്കുക. തലയിൽ ആരും കാണുന്നില്ലല്ലോ. ഒന്നുമില്ല. അതല്ലെന്ന്, ആ സർക്കാർ സാറാമ്മ അവരിവിടെ തുറച്ചാണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താ കാര്യം? ഇനി ആ താത്തയെ വിളിക്കാൻ തെറിയൊന്നുമില്ല. ചേട്ടാ, ഒരു എക്സാമ്പിൾ പറയാം. ഏറ്റവും കടുപ്പം കുറഞ്ഞതറിയാ. അവര് ചേട്ടനെ തെറി വിളിക്കേണ്ട കാര്യം എന്താ? അവിടെ കച്ചവടമില്ല, ഞങ്ങൾക്ക് ഭയങ്കര കച്ചവടം. അപ്പൊ അവരെ ഒന്ന് ഒതുക്കി തന്നെ, അത്രയല്ലേ ഉള്ളൂ. ഞങ്ങളേറ്റു. പിന്നെ നാളെ ഇവിടെ കാണില്ല. പിന്നെ എവിടെ കാണും? താഴെ കടയിൽ കാണും. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ ഏറ്റു. എന്തിനാ ആവശ്യമില്ലാത്ത ഈ പുലിവാലൊക്കെ കറിയാക്കാൻ പോകുന്നത്? അതോ, ഇന്ന് മുതൽ നമ്മൾ 2 ഫ്രോഡുകളും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ആ രാഘവേട്ടനെയും താത്തയും സാറാമ്മച്ചേട്ടത്തെയും ഒക്കെ വഹിച്ച് നമ്മുടെ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. എങ്ങനെ? ബെസ്റ്റ്. അപ്പൊ ജയ് ഫ്രോഡ്. മനസ്സിലായി ചേർത്തി. ആ താത്തയുടെ കട അവിടെ വന്നേ പിന്നെ ഇവിടത്തെ കച്ചവടം ഇത്രയും കുറഞ്ഞത് അല്ലേ? അതേ മകളെ. ചേട്ടത്തിക്കൊരു ഭീഷണിയായി അവരിനിയും അവിടെ കട നടത്തരുത്. അത്രയല്ലേ വേണ്ടു? അത്രേ വേണ്ടു മക്കളെ. വഴിയുണ്ട്. എന്തു വഴി? പറയാം. അവിടത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുട്ടും കടലയുമാണ്. നാളെ രാവിലത്തെ അവിടത്തെ കടലക്കറിയില് നമ്മൾ അവരറിയാതെ കുറച്ച് എലിപ്പാഷാണം മിക്സ് ചെയ്യുന്നു. അതെ, കാപ്പി കുടിക്കാനെത്തുന്ന 10-30 പേർ രാവിലെ 9:30 മുമ്പ് തന്നെ ജപ്പാൻ ജ്വരത്തെ വെല്ലുന്ന ഗാസ്ട്രോ എൻട്രൈറ്റിസ് വന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു വീഴും. ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്തയിൽ എലിപ്പാഷാണം കലർന്ന പുട്ടും കടലയും കഴിച്ച് 37 പേർ ഇഹലോകവാസം പിടിഞ്ഞു. കട നടത്തിയിരുന്ന താത്തയെ SI ഫൽഗുണ പണിക്കർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ചേട്ടത്തിക്കാക്കാം. അയ്യോ വേണ്ട മോനെ, അവസാനം പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോ നമ്മളകത്താവും. എന്നാൽ എലിപ്പാഷാണത്തിന് പകരം ഒരു 1/2 കിലോ പൊട്ടാസ്യം സയനൈഡ് കടലക്കരയിൽ മിക്സ് ചെയ്ത് കൊടുത്താലോ? നീ മണ്ടൻ ഐഡിയാസ് പറഞ്ഞ് ചേട്ടത്തി വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ചേട്ടത്തി, ഇപ്പൊ നല്ല ബെൽറ്റ് ബോംബ് നമുക്കത് വെച്ച് ആ ഏരി മുഴുവൻ തകർത്ത് കളഞ്ഞു. അതൊന്നും വേണ്ട. പിന്നെ ഇവിടുത്തെ കച്ചവടം അവിടത്തേക്ക് കുറച്ച് കൂടുതലാക്കി തന്നാ മതി. അത്രേ ഉള്ള. ഇത് ആദ്യമേ പറഞ്ഞാ പോരെ. ഇവിടത്തെ കച്ചവടം ഇരട്ടിയാക്കി തന്നാൽ ചേട്ടത്തി ഞങ്ങൾക്ക് എന്ത് തരും? എന്ത് തരും? എന്ത് വേണമെങ്കിലും തരാം. എന്തും. എന്നാലും എന്ത് തരും? 2 പരിപ്പ് വട നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. എന്തേ? ഓക്കെ, വഴിയുണ്ട്. ആദ്യം ചേട്ടത്തി ഞങ്ങൾ പറയണ മന്ത്രവാദിയെ ഒന്ന് പോയി കാണണം. ആ മന്ത്രവാദി പറയുന്നത് അതേപടി ചേട്ടത്തി ചെയ്യണം. പിന്നെ ഇവിടെ ചായ കുടിക്കാൻ പൂരത്തിന്റെ ആളായിരിക്കും. ആ മന്ത്രവാദി എഴുത്തുകാരനാണ് കോർപ്പുളശ്ശേരി. അവിടെ ചെന്ന് ഈ ഭർഗോ ദേവസ്യ ധീമഹിയുടെ വീട് എവിടെയെന്ന് ചോദിച്ചാ ആർക്കും അറിയില്ല. കൊടുമ്പിരിയുണ്ട്, ശത്രുതയുണ്ട്. ശത്രുസംഹാരം ഉടനെ നടത്തണം. എതിർവശത്തെ ചായക്കടയുടെ പുറകിൽ കിഴക്ക് മാറി
എല്ലാ ദിവസവും രാത്രി 4 താറാമുട്ടകൾ വീതം ആരും കാണാതെ ശത്രുവിനെ മനസ്സിൽ കണ്ട് കൃത്യം 12 മണിക്ക് ഓം 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 എന്ന് സ്വന്തം കൈകൊണ്ട് എഴുതി കുഴിച്ചിടണം. എഴുതാൻ അറിയാമോ? അറിയാമോ? മൂർത്തിത്തെ പരിചിത കൃതോ പത്മ പുനർജന്മന അശ്വത്യാസ്ത വൃതാംഗത. പിന്നെ ഏതെങ്കിലും 2 അനാഥ ചെറുപ്പക്കാർക്ക് 6 മാസത്തേക്ക് 3 നേരം വയറു നിറയെ ആഹാരം കൊടുക്കുക. ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരിക. ബാക്കി പറയാം. സ്വാമി, ഓ, ഷെയർ എടുത്തോട്ട് 50-50 50 പിടിക്കുക. അപ്പൊ ദേവസേട്ടാ, അടുത്ത ആഴ്ച ഈ തള്ള വരുമ്പോ കുറച്ചുകൂടി ചെലവ് കൂടിയതായിക്കോട്ടെ. അതിന്റെ അടുത്ത ആഴ്ച വരുമ്പോ കുറെ കൂടി ചെലവ് കൂടിയത്. അങ്ങനെ ആഴ്ച തോറും ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നോണ്ടിരിക്കും. മനസ്സിലല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഈ തീ ഞാൻ കെടുത്തിയേ, ഇല്ലെങ്കിൽ വീട് കത്തിക്കും. ദൈവമേ, ഇതോടുകൂടി നാശങ്ങൾ കുത്തുപാളി എടുക്കണേ. താറാമച്ചേട്ടത്തി ഉറങ്ങിയെന്ന് ഉറപ്പാണ്? അവര് മാത്രമല്ല, ആ ജോലിക്കാരി ശാന്തി ഉറക്കമായി. ജോലിക്കാർ ഉറങ്ങി നോക്കാൻ ഞാൻ പറഞ്ഞു. അറിയാതെ ഒളിഞ്ഞു നോക്കിയപ്പോ കണ്ടതാ. അറിയാതെ നമുക്ക് പകുതി ഓംലെറ്റ് ആക്കാം, പകുതി ബുൾസൈ ആക്കാം. ഇവിടെ മൊത്തം തോടുപോലും കാണുന്നില്ലല്ലോ. കുഴിച്ചപ്പോ കിണറാവാറായി. ഇവിടെ അല്ലേ കുഴിച്ചിട്ടത്? സാറാമ്മച്ചേട്ടത്തി വിളിച്ച് ചോദിച്ചാലോ? പോയി ചോദിച്ചിട്ടോ. ഒറ്റ കുഴി വെച്ചോ. എവിടുന്നായി മുട്ട? ഇത് താറാവ് ഇടുന്നതാ. മര്യാദക്ക് പറഞ്ഞോളാം. ഇത് താറാവിടുന്ന മുട്ടയാ. ഇതിൽ കൂടുതൽ മര്യാദയ്ക്ക് പറയാൻ പറ്റില്ല. താറാവല്ല പിന്നെ താത്ത മുട്ട ഇടൂടാ. എവിടെയായി മുട്ട? എന്താണ്? 4 കൂടി നമ്മുടെ കടയിലെ മുട്ട എടുത്ത് ഓംലേറ്റ് ഉണ്ടായി തിന്നാനല്ലേ? താത്ത ഞങ്ങളല്ല, ഇവര് 2 രൂപ. അതെ അതെ. എന്റെ പൊന്ന് താത്ത, ഇത് ഞങ്ങൾ മേടിച്ച മുട്ടയും ഓംലേറ്റ് അടിക്കാനുണ്ട്. ഇത് കണ്ട ഓംലേറ്റ് ഷോർട്ട് ഫോം ആണ്. തിന്നോ ആമ്പിള്ളേർക്ക് ആംബുലേറ്റ് അത്ര നല്ലതല്ല. താത്തയെ പറ്റിച്ച് നിൽക്കട്ടെ, ഈ ഓംലെറ്റിന്റെ ദാതാക്കൾ ഞങ്ങളാണെന്നുള്ളത് മറക്കരുത്. ഓംലേറ്റ് താഴാക്കളാ. ഓംലേറ്റ് താഴാക്കളെന്ന് കേട്ടിട്ടുണ്ട്. ഓംലേറ്റ് താഴാക്കളെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നു. ഇവന്മാരെ കുക്കിംഗ് വലിയ എന്തായാലും ഇനി 6 മാസത്തേക്ക് നമുക്ക് ഭക്ഷണമേ വേണ്ട. നിനക്ക് വേണ്ടായിരിക്കും, എനിക്ക് ഭക്ഷണമില്ലാതെ 6 മിനിറ്റ് പോലും കഴിയാൻ പറ്റില്ല. അതല്ല, ഇനി നമ്മൾ ഭക്ഷണത്തിനുള്ള കാശ് ഒപ്പിക്കണ്ടെന്ന്. ഇനി മുതൽ സാറാമച്ചേട്ടത്തിയുടെ വക ഫ്രീ. അങ്ങനെ തെളിച്ചു പറ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നിന്റെ ബുദ്ധിയോ? ഈ വക ഐഡിയ ഒക്കെ നിന്റെ തലയിൽ വരണമെങ്കിൽ നിന്റെ ബ്രെയിൻ മാറ്റി വെക്കണം. എന്തോ ബ്രെയിൻ മാറ്റി വെച്ചിട്ടും കാര്യമില്ലല്ലോ. നിന്റെ കൂടെയല്ലേ ഞാൻ നടക്കുന്നത്. ഒരു ധാരണ നീങ്ങണം. ആ, എങ്ങനെയുണ്ട് ചേട്ടത്തി ബിസിനസ് ഒക്കെ? കച്ചവടം അത് നേരം വെളുത്തല്ലേ ഉള്ളൂ. മുട്ടയൊക്കെ കുഴിച്ചിട്ടല്ലോ. മുട്ടയ്ക്ക് ഇന്നലെ തന്നെ കുഴിച്ചിട്ടു. നോക്കിക്കോ, ഇനി മുതൽ ചേട്ടത്തേക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാനേ ടൈം ഉണ്ടാവില്ല. അതെന്താ? കുക്കിംഗ് ഒരു ജാഥയുടെ ആൾക്കാര് ഡെയിലി ഈ ഹോട്ടലിൽ കയറി ഇറങ്ങൂലേ? 2 പരിപ്പോടെ ഒരു ചായ, ഒരു പഴംപൊരി, 2 ചായ, 2 ചായ 3 പഴംപൊരി, പിന്നെ ദോശയും ഇറച്ചിയും. പക്ഷെ അതൊക്കെ ഉണ്ടാക്കി വെക്കണം. നിങ്ങളുടെ വാക്ക് പൊന്നായിരിക്കട്ടെ. അപ്പോ ഞങ്ങൾ പോട്ടെ. വരട്ടെ സാർ. ചിലപ്പോ ചേട്ടത്തിക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങൾ പോവും. പോയിക്കോ. നിക്കുന്നു. അല്ല, 2 ചെറുപ്പക്കാർക്ക് ഭക്ഷണത്തിന്റെ എന്താ സാർ അതൊക്കെ മുഖത്തടിച്ച പോലെ ചേട്ടത്തിക്ക് നമ്മളോട് പറയാൻ മടി കാണും. അങ്ങനെയെങ്കിലും ഈ ഹോട്ടലിന്റെ കച്ചവടം കൂടുകയാണെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ ഓസിന് ചപ്പാ. അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലേ? വാ വാ. എന്താ ഈ കാര്യം? കഴിക്കും മക്കളെ, നല്ലോണം കഴിക്കും. വെള്ളം കുടിക്കുമോനെ, വെള്ളം കുടിക്കേ. ഇവന്മാരും നമ്മളെക്കാൾ പക്കാ പാടുകളാ. യവന്മാരെ ഒതുക്കാനൊക്കെ വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട് ബാല.